നോമ്പ് മൂന്നാം വെള്ളി. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 18 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. പുനരുത്ഥാന വിവാദം. പുനരുത്ഥാനത്തിൽ വിശ്വാസമില്ലാതിരുന്ന സദുക്കായർ മക്കളില്ലാതെ മരിച്ചതിനാൽ ഒന്നിനു പുറകെ ഒന്നായി 7 സഹോദരന്മാരെ വിവാഹം കഴിക്കേണ്ടി വന്ന ഒരുവൾ പുനരുത്ഥാനത്തിൽ ആരുടെ ഭാര്യയായിരിക്കും എന്ന ഉഡായിപ്പ് ചോദ്യവുമായി യേശുവിനെ സമീപിക്കുന്ന ഭാഗമാണ് ഇന്നത്തെ ചിന്താവിഷയം. BC 2-ാം നൂറ്റാണ്ടിൽ മാത്രം രൂപം കൊണ്ട ഒരു ചിന്തയാണ് പുനരുത്ഥാന വിഷയം. ഭൂമിയിലെ പൊടിയിൽ ഉറങ്ങുന്ന അനേകർ ഉണരും എന്ന് നാം അവിടെ വായിക്കുന്നു. പാരമ്പര്യത്തിലുള്ള വിശ്വാസത്തേക്കാൾ വേദപുസ്തകത്തിൽ മാത്രം, പ്രത്യേകിച്ച് പഞ്ചഗ്രന്ഥിയിൽ വിശ്വാസമർപ്പിച്ചിരുന്ന സദുക്കായ വിഭാഗം ഒരു ചെറിയ ഗണമാണെങ്കിലും യഹൂദവംശത്തിലെ പ്രധാന പുരോഹിത സ്ഥാനങ്ങൾ സ്ഥിരമായി അലങ്കരിച്ചിരുന്ന വളരെ പ്രബല വിഭാഗം തന്നെയായിരുന്നു. യേശുവിൻ്റെ കാലത്തെ പ്രധാന പുരോഹിതന്മാരായിരുന്ന കയ്യപ്പാസും അന്നാസുമൊക്കെ ആ വിഭാഗക്കാരായിരുന്നു. അഹങ്കാരം കൊണ്ട് ഉയർന്ന ശിരസ്സുമായി വന്ന അവരോട് യേശു വേദപുസ്തകത്തിലുള്ള അവരുടെ അജ്ഞതയെ ആദ്യം സൂചിപ്പിക്കുന്നു. മരിച്ചു മണ്ണടിഞ്ഞ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ് താനെന്ന് മോശയോട് പറയുന്ന പഞ്ചഗ്രന്ഥി ഭാഗം പുനരുത്ഥാനത്തിലുള്ള സാധൂകരണമായി അവരെ യേശു ഓർമ്മിപ്പിക്കുന്നു. മരണശേഷവും മരിച്ചവർ ദൈവസന്നിധിയിൽ സന്നിഹിതരാണെന്ന് ഇത് തെളിയിക്കുന്നു. എന്നാൽ മരണശേഷം അവരുടെ ജീവിതം മാലാഖമാരെ പോലെയാണെന്നതിനാൽ മനുഷ്യർക്കെന്ന പോലെ വിവാഹവും കുടുംബബന്ധങ്ങളും ഒന്നും ഉണ്ടാകില്ലെന്ന വെളിപ്പെടുത്തൽ ഏറെ ആധികാരികമാണ്. കാരണം ഇതൊക്കെ നേരിട്ട് കണ്ട് ലോകത്തിലേക്ക് വന്ന ഏക വ്യക്തി അവൻ മാത്രമാണ്.